കഴിഞ്ഞ ദിവസം, അതായത് 41 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചത്. പുറത്തിറങ്ങിയതിനു ശേഷം രാജീവർ നടത്തിയ പരാമർശം എന്നത് സർക്കാരിനെതിരെ ഉള്ള പരാമർശമായിരുന്നു. പ്രത്യേകിച്ച് സർക്കാർ പകപോക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നതായിരുന്നു രാജീവരുടെ പ്രതികരണമായി വന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിലടക്കം കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ആ പകപോക്കലിന് കാരണം എന്ന് അദ്ദേഹം പ്രതികരിച്ചതോടുകൂടി രാഷ്ട്രീയ ചേരിതിരിഞ്ഞ ഉള്ള പോരാട്ടം ഇപ്പോൾ കനക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ. ഭരണപക്ഷം കൃത്യമായും പറയുന്നത് തന്ത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നാണ്. തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന നിലയിൽ ആണ് എം.വി. ഗോവിന്ദൻ വിമർശിച്ചത് എങ്കിൽ ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നും തന്ത്രിയെ ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അറസ്റ്റ് ചെയ്തത് എന്ന നിലയിലും ഉള്ള പ്രതികരണം ആണ് പ്രതിപക്ഷത്ത് നിന്നും ഉണ്ടായത്. അത് സഭയിലടക്കം പ്രതിഫലിക്കുന്ന സാഹചര്യം ആണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോൾ ഇന്ന് ഈ വിഷയം, അതായത് നിയമസഭയിൽ വലിയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്തത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര തുടരുന്ന സാഹചര്യത്തിൽ സഭാ നടപടികളെ പ്രതിപക്ഷത്ത് നിന്ന് നയിച്ചത് കെ ബാബു ആണ്. അങ്ങനെ അതിശക്തമായ പ്രതിഷേധം ഇന്നും സഭയിൽ ഉയർത്തിയിരിക്കുന്നു പ്രതിപക്ഷം എന്നതാണ്. തന്ത്രിയുടെ ജാമ്യവിധിയിൽ കോടതി നടത്തിയ പരാമർശങ്ങൾ അടക്കം സർക്കാരിന് എതിരെയുള്ള ആയുധമാക്കി മാറ്റുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ശില്പവും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിനോടൊപ്പം കട്ടിളപ്പാളിയും ഒക്കെ വിറ്റവ് സ്വൈര്യവിഹാരം നടത്തുകയാണ് എന്ന് പ്രതിപക്ഷം സഭയിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് വളരെ കൃത്യമായി മുൻ മന്ത്രിയെ അടക്കം, ദേവസ്വം മന്ത്രിയെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശമാണ്. എല്ലാവർക്കും ജാമ്യം കിട്ടിയിരിക്കുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിനും വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് ഇന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുമ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷം എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും ശബരിമല തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഫോക്കസുകളിൽ ഒന്ന് എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. ഞാൻ അരുണിലേക്ക് പോകുന്നതിന് മുമ്പ്, അരുൺ, ഇന്ന് സഭയിൽ അതിശക്തമായ ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. നേരത്തെ നമ്മളത് പ്രതീക്ഷിച്ചതുമാണ്. കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനുകളിൽ അക്കാര്യം നമ്മൾ സൂചിപ്പിച്ചതുമാണ്. ഇന്ന് കെ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടു. നമുക്ക് ആദ്യം ബാബുവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്ത് ആണ്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ആചാര ലംഘനത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടയ്ക്കുകയുണ്ടായി.